ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു അമേരിക്കൻ റോക്ക് ബാൻഡാണ് ലിങ്കിൻ പാർക്ക്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ലിങ്കിൻ പാർക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ പുതിയൊരു വോക്കലിസ്റ്റ്, പുതിയൊരു മെയിൻ സിംഗർ കൂടെ വന്നിട്ടുണ്ട്. തിരിച്ചുവരവിൽ ലിങ്കിൻ പാർക്ക് പുതിയൊരു ആൽബം കൂടെ റിലീസ് ചെയ്യുകയാണ്. നവംബർ 15-നാണ് ഫ്രം സീറോ എന്ന പേരിലുള്ള പുതിയ ആൽബം റിലീസ് ചെയ്യുന്നത്. പക്ഷേ എന്നെപ്പോലെയുള്ള ലിങ്കിൻ പാർക്ക് ഫാൻസ്, ഞാനൊക്കെ ചൈൽഡ്ഹുഡ് തൊട്ട് ഫോളോ ചെയ്യുന്ന ബാൻഡാണ് ലിങ്കിൻ പാർക്ക്. ലിങ്കിൻ പാർക്കിൻ്റെ ബാക്ക് ബോൺ ആയിരുന്നു ചെസ്റ്റർ ബെന്നിങ്ടൺ. ചെസ്റ്റർ ബെന്നിങ്ടണിൻ്റെ മരണ വാർത്ത 2017 അറിഞ്ഞപ്പോൾ ഷോക്ക്ഡായിരുന്നു. പുള്ളിക്കാരൻ പോയ പിന്നെ ആൽബംസ് ഒന്നും ഇറങ്ങിയിരുന്നില്ല. ഇതുകൂടാതെ ലിങ്കിൻ പാർക്കിൻ്റെ ഡ്രമ്മർ കൂടിയായിരുന്ന റോബ് ബോർട്ടനും ഇപ്പോൾ ബാൻഡിൻ്റെ കൂടെയില്ല. ശരിക്കും ചെസ്റ്റർ ബെന്നിങ്ടൺ പുള്ളിക്കാരനൊരു വികാരമാണ്. ലിങ്കിൻ പാർക്ക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചിത്രം പുള്ളിക്കാരൻ്റെയാണ്. നംബ്, സംവെർ ഐ ബിലോങ്, ഇൻ ദി എൻഡ്, ബ്ലീഡ് ഇറ്റ് ഔട്ട് എന്നിങ്ങനെയുള്ള പുള്ളിയുടെ ആ യുണീക്ക് സൗണ്ടിൽ വരുന്ന കിഡിലൻ സോങ്ങുകളൊക്കെ വളരെയധികം ഇഷ്ടമാണ്, ഫേവറേറ്റാണ്. പുള്ളിക്കാരൻ ശരിക്കും മിസ്സിംഗ് ആണ്. ബാൻഡ് തിരിച്ചു വന്നെങ്കിലും ആ ശൂന്യത ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ലിങ്കിൻ പാർക്ക് പുതുതായി കൊണ്ടുവന്ന പുതിയൊരു വോക്കലിസ്റ്റാണ് എമിലി ആംസ്ട്രോങ്. പുതിയ സിംഗറെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ ചെസ്റ്റർ ബെന്നിങ്ടണിനെ പോലെ ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത് കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ഫാൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. ചെസ്റ്റർ ബെന്നിങ്ടൺ എറ അവസാനിച്ചു. പുള്ളിക്കാരനൊരു അതുല്യ പ്രതിഭയാണ്. ആരൊക്കെ വന്നാലും പുള്ളിക്കാരന് പകരമാവുന്നില്ല. എന്നാലും പുതിയ ലിങ്കിൻ പാർക്ക് എന്ന നിലയിൽ സ്വീകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൈക്ക് ഷിനോഡ തന്നെയാണ് മറ്റൊരാശ്വാസം. ചെസ്റ്ററിനെ പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസാണ് മൈക്ക് ഷിനോഡ. കഴിഞ്ഞ ദിവസം ലിങ്കിൻ പാർക്ക് അവരുടെ ഒരു ലൈവ് ഇവൻറ്റിൽ അവരുടെ പുതിയ ആൽബമായ ഫ്രം സീറോയിലെ സോങ് എംപ്റ്റിനെസ് മെഷീന് പെർഫോം ചെയ്തിരുന്നു. ആ പാട്ടൊന്ന് കേട്ടു നോക്കിയപ്പോൾ അത്യാവശ്യം പഴയ ലിങ്കിൻ പാർക്ക് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയ സിംഗർ എമിലി ആംസ്ട്രോങ്ങിൻ്റെ പെർഫോമൻസും നന്നായിട്ടുണ്ടായിരുന്നു. ഹൈബ്രിഡ് തിയറി, മെറ്റേറ, മിനിറ്റ്സ് ടു മിഡ് നൈറ്റ് പോലെയുള്ള എവർഗ്രീൻ ഹിറ്റ്സ് നമുക്ക് സമ്മാനിച്ച ലിങ്കിൻ പാർക്കിന് തുടർന്നും ഒരുപാട് നല്ല ആൽബംസൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ കാണുന്നവരിൽ ലിങ്കിൻ പാർക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സോങ്, അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൽബം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വലത്തുവശത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.